ഇത് അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. 4000 രൂപയേ വരുന്നുള്ളു. കൊള്ളാം കേട്ടോ. ഇപ്പോഴത്തെ ഷോറൂം എല്ലാം കിട്ടിലൊക്കെയിട്ടുണ്ട് നേരത്തെ ഷോറൂമിനെ കാട്ടി. ADV 390 എങ്ങനെയാണ് റേറ്റ് വരുന്നത് ഓൺ റോഡ്? ഇതിൻ്റെ 125ൻ്റെ വരുന്നതെന്ന് വെച്ചാൽ വാട്സാപ്പിലും ഫീച്ചേഴ്സിൽ വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ ഗൈസ്. ഇന്ന് നമ്മളുള്ളത് കായംകുളം KTM ഷോറൂമിലാണ്. ഇന്ന് നമ്മളിവിടെ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഷോറൂം വിസിറ്റ് വീഡിയോ ചെയ്യാനായിട്ടാണ്. ഇപ്പം ഇവിടെ അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇപ്പം വണ്ടികളൊക്കെ കുറവാണ്, എന്നാലും കുഴപ്പമില്ലാത്ത കളക്ഷനൊക്കെ ഇന്നിവിടെ ഉണ്ട്. നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബ്രോ ഉണ്ട്. ബ്രോയുടെ പേരെന്താ? രവിശങ്കർ. ബ്രോ എത്ര നാളായി ഇവിടെ? ഒരു മാസം വന്ന്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. വേണ്ട ഇവിടെ ആണെങ്കിൽ ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്ക് ആദ്യം കാണാൻ പറ്റുന്നത് നമ്മുടെ RC 125 ആണ്. ബ്രോ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 223 ചില്ലറ വരുന്നത്. 225. ഇതിൻ്റെ 125ൻ്റെ വരുന്നതെന്ന് വെച്ചാൽ 225 ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സിവിൽ ചെക്ക് ചെയ്തിട്ട്. ഓക്കെ. ഇനി അടുത്തുള്ളതെന്ന് വെച്ചാൽ RC 200 ആണ്. ഇതിൻ്റെ എങ്ങനെയാണ് ബ്രോ വരുന്നത് റേറ്റ് വരുന്നത്? 284 വരുന്നുണ്ട്. ഇതിൻ്റെ വരുന്നതെന്ന് വെച്ചാൽ 284 സംതിങ് വരുന്നുണ്ട്. ഓൺ റോഡ് കോസ്റ്റ് അല്ലേ ഇത്? അത് 200ൻ്റെ വരുന്നത് 284 എന്ന് വരുന്നത്. ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത്? ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് 50-60 വരുന്നുണ്ടല്ലേ? ഓക്കെ. നമ്മുടെ സിവില് അനുസരിച്ച് അത് മാറില്ലേ? ഓക്കെ. നമ്മുടെ EMI അനുസരിച്ചാണ്, നമ്മുടെ സിവിലൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഓരോ വണ്ടിയുടെ വരുന്നത്. ഒരു മിനിമം വരുന്നതെന്ന് വെച്ചാൽ 50 വരുന്നുണ്ടല്ലേ? ഏറ്റവും ഒരു ബേസിക് ആയിട്ട് സിവിൽ വെച്ചിട്ട് ഒരു 50 നമുക്കിവിടെ വരുന്നത്. ഇനി അടുത്തത് ഡ്യൂക്ക് 200 ഉണ്ട്. ഡ്യൂക്ക് 200 എങ്ങനെ വരുന്നത്? ഇതിൻ്റെ 200ൻ്റെ വരുന്ന 246 സംതിങ് വരുന്നുണ്ട്. ഇതിൻ്റെ ഏകദേശം ഒരു 50 അത്രയൊക്കെ വരുന്നുണ്ടല്ലേ മിനിമം? ഓക്കെ. ഇനി അടുത്തുള്ളത് ഇതും 200 തന്നെ. 125 ഇല്ലേ? വന്നിട്ടില്ല. അതിൻ്റെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? 221 ചില്ലറ വരുന്നുണ്ടല്ലേ? ഓക്കെ. അതിൻ്റെ സെയിം മോഡൽ തന്നെ. ഇപ്പം ഇതിനും LED ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ടല്ലേ? ഓക്കെ. പഴയ ഹെഡ്ലൈറ്റ് സെറ്റപ്പ് ഇതിന് വന്നില്ലേ? അപ്പോൾ ഇത് വന്നുകൊണ്ട് എന്തെങ്കിലും പ്രൈസിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ നേരത്തെ മോഡലിനെ അപേക്ഷിച്ച്? കുറച്ചുകൂടെ ഇൻക്രീസ് ആയിട്ടുണ്ടല്ലേ? ഓക്കെ. LED ഹെഡ്ലൈറ്റ്സ് വന്ന്. ഇപ്പോൾ സ്കോർണയുടെ കളക്ഷൻസ് ഒക്കെ ഇല്ലേ? ബുക്കിംഗ് ഉണ്ടെങ്കിലേ എടുക്കുന്നുള്ളൂ. ഓക്കെ. ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് തരുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഒരു സമയത്ത് എന്തെങ്കിലും നിറച്ച് വണ്ടികളിരിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ADV 390 ഒക്കെ ഉണ്ടായിരുന്നു. 390 250 ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. ADV 390 എങ്ങനെയാണ് റേറ്റ് വരുന്നത് ഓൺ റോഡ്? ഇപ്പോഴത്തെ പുതിയ വർഷം വരുന്നത് 6 ലക്ഷം. എത്ര? 4 ലക്ഷം. സോറി ഗൈസ്, 4,70,000 ADV 6. 371 വരുന്നുണ്ടല്ലേ ഓൺ റോഡ്? അതിൽ പക്ഷേ ഇലക്ട്രോണിക്സ് ഒക്കെ ഫീച്ചേഴ്സ് കുറവാണ്. ഇലക്ട്രോണിക്സ് ഒന്നും വരുന്നില്ല. LED ഹെഡ്ലൈറ്റ്സ് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. ഡിസ്പ്ലേയും വ്യത്യാസമുണ്ട്. നമ്മുടെ TFT വരുന്നില്ല. ഇതിനകത്ത് നമ്മൾ ഈ 200-നകത്ത് കണ്ടില്ലേ? ഈ സാധനം ഒന്ന് അതിനകത്തും വരുന്നത്. മറ്റേ Xനകത്ത് വരുന്നത് സെയിം ഡിസ്പ്ലേ ആണ് ഇതിനകത്തും വരുന്നത്. ADV 250 എങ്ങനെയാണ് വരുന്നത്? അഡ്വഞ്ചർ 250 320 വരുന്നുണ്ടല്ലേ ഓൺ റോഡ്? മറ്റേ Xന് വരുന്ന എത്രയായിരുന്നു? 370. 371. ഏകദേശം 51 രൂപയുടെ വ്യത്യാസമില്ലേ? 470.
മെയിൻ 390. ഓ, അതിനകത്ത് സ്പോക്ക് വീൽസ് വരുമ്പം പിന്നെ റേറ്റ് കൂടും, അതോ സ്പോക്ക് വീൽസ് ഉള്ള വേരിയൻ്റെ റേറ്റാ? ഉള്ള വേരിയൻ്റെ ഇല്ലേ? അത് എത്രയായിരുന്നു? 420. 470. ഓക്കെ, ഏകദേശം 1,00,000 രൂപയുടെ വ്യത്യാസം ഉണ്ടല്ലേ മറ്റേ എക്സും പുതിയ 390 തമ്മിൽ. ഓ, അതിനകത്ത് തന്നെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതെ ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചേതക്ക് ഇരിപ്പുണ്ട്. ചേതക്കിന് എങ്ങനെയാണ് റേറ്റ് വരുന്നത്? 130 വരുന്നു. ഇവിടെ വന്നിട്ടില്ല. ഇത് 130 വരുന്നുണ്ടല്ലേ? ഓ, ഈ പുതിയ വർഷം വരുമ്പോൾ വ്യത്യാസം എന്തെങ്കിലും മാറ്റങ്ങൾ അങ്ങനെ? അങ്ങനെ. ഓക്കെ, ഡ്യൂക്ക് 250ക്ക് എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഡ്യൂക്ക് 250ക്ക് വരുന്നത് റേറ്റ് വരുന്നത് പറഞ്ഞാൽ 310 ഇല്ലേ? 310 ഓൺ റോഡ് വരുന്നുണ്ട്. ഓക്കെ. RC 390യുടെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? RC 390ക്ക് റേറ്റ് വരുന്നത് 417 വരുന്നുണ്ട്. ഓക്കെ, RC 390യുടെ വരുന്നതെന്ന് വെച്ചാൽ 410 ഇല്ലേ? 410. RC 390യുടെ റേറ്റ് ഓൺ റോഡ് റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ 417 റേറ്റ് വരുന്നത്. ഡ്യൂക്ക് 390യുടെ 483 വരുന്നുണ്ടല്ലേ? ഓ, നമ്മുടെ പുതിയ വെർഷൻ്റെ അല്ലേ റേറ്റ്? പുതിയ 483. നമ്മുടെ പുതിയ ഡ്യൂക്ക് 390 ഇല്ലേ, അതിൻ്റെ റേറ്റ് വരുന്നത് 85,000. നമ്മുടെ പുതിയ ഡ്യൂക്ക് 390 ഇല്ലേ, പുതിയ ഇപ്പം ഫേസ് ലിഫ്റ്റ് വന്ന ഒരു മോഡല് 4,80,000. ഓ, സോറി ഗൈസ്, 4,85,000 അല്ല കേട്ടോ, 4,80,000 രൂപ. അതാ ഞാനും ആലോചിച്ചു. ഓൾമോസ്റ്റ് ഒരു 5 lakhs അടുപ്പിച്ചായി. അതായത് സിംഗിൾ സിലിണ്ടർ വണ്ടി. സിംഗിൾ സിലിണ്ടർ ആണെങ്കിലും അതിൻ്റെ പെർഫോമൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. അതിൽ വരുന്ന ഇലക്ട്രോണിക്സ് വേറെ ലെവലാണ്. മോസ്റ്റ് പവർഫുൾ വണ്ടിയാണ് അത്. ഞങ്ങൾ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ വണ്ടിക്ക് അത്രയും കൊടുത്താലും കുഴപ്പമില്ല, അതിനുള്ള സംഭവം അതിനകത്തുണ്ട്. ഒരുവിധം നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ഒരു സൂപ്പർ ബൈക്ക് സെഗ്മെൻ്റ് ഒക്കെ ഇല്ല, അതിൽ കാണുന്ന ഇലക്ട്രോണിക്സ് ഫീച്ചേഴ്സ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. എനിക്ക് ഇതുവരെ ഓടിക്കാൻ പറ്റിയിട്ടില്ല, ഓടിക്കണമെന്നുണ്ട്. ഇവിടെ ഉടഞ്ഞു വരത്തില്ലേ അത്? ടെസ്റ്റ് റൈഡ് നമുക്ക് ടെസ്റ്റ് റൈഡൊക്കെ ഇവിടെ വരുമ്പോൾ വണ്ടി കിട്ടും, അപ്പോൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ആണെങ്കിൽ ഇങ്ങോട്ട് വരുന്നിടത്ത് കുറച്ച് ജാക്കറ്റിൻ്റെ ഹെൽമെറ്റിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ ഇവിടെ കളക്ഷൻ കുറവാണ് കേട്ടോ ജാക്കറ്റിൻ്റെയൊക്കെ. ഞാൻ നേരത്തെ വന്ന ടൈമിലാണെങ്കിൽ അത്യാവശ്യം നല്ല ജാക്കറ്റ്സിൻ്റെയൊക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു. ഇത് ടാർമാക്കിൻ്റെയാണ് ഇവിടെ ഇരിക്കുന്നത്. ടാർമാക്ക് ഉണ്ട്, സ്കിമിറ്റർ ഉണ്ട്. ഇത് രണ്ട് സ്കിമിറ്ററിൻ്റെ വരുന്നത്, ഇത് ടാർമാക്കിൻ്റെ. ഇതിൻ്റെയൊക്കെ എങ്ങനെ ബ്രോ റേറ്റ് വരുന്നത്? സ്കിമിറ്ററിൻ്റെ സ്കിമിറ്ററിൻ്റെ 6,000 വരുന്നത് കേട്ടോ. ഇതും സെയിം പ്രൈസ് തന്നെയാണോ? ഇത് ടാർമാക്കിൻ്റെ 4,000 അല്ലേ? ഇത് 4,000 വരുന്നുള്ളൂ. പക്ഷേ ഇത് കൊള്ളാം കേട്ടോ, ഇത് 4,000 വരുന്നുള്ളൂ. അത്യാവശ്യം രസമുണ്ട് കാണാൻ. ഇത് നമുക്കൊന്ന് എടുത്ത് നോക്കാമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ബൂട്ടുകളും കാര്യങ്ങളും ഉണ്ട്. ബൂട്ട്സ് ഇത് 9,000 രൂപ. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന ഒരു ബൂട്ടാണ്. ഇത് 9,000 രൂപ വരുന്നുണ്ട്. ഇതുണ്ട് നമുക്ക് മറ്റേ ടാർമാക്കിൻ്റെ ജാക്കറ്റ് വരുന്നുണ്ടല്ലേ, അത് ഒന്ന് നമുക്ക് എടുത്ത് നോക്കാം. ഇത് അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. 4,000 രൂപയേ വരുന്നുള്ളൂ. കൊള്ളാം കേട്ടോ, നൈസാ. ബ്രോ ഇവിടെ സിബ് വരുന്നു. അയ്യോ ഫ്രണ്ട് ഇതുണ്ട് ഗൈസ്, ഇതാണ് ജാക്കറ്റ് വരുന്നത്. ലുക്ക് കണ്ടില്ലേ? ഇത് മെഷ് ടൈപ്പാണ് വരുന്നത്. അത്യാവശ്യം ബ്രീത്തബിളാണ് സാധനമേ. അകത്താണെങ്കിലും പാഡിങ്സ് ഒക്കെ വരുന്നുണ്ട്. ഷോൾഡർ പാഡിങ് വരുന്നുണ്ട്. എൽബോ ജോയിൻറ്റ് അവിടെയുള്ള പാഡിങ് വരുന്നുണ്ട്. ബാക്ക് വരുന്നുണ്ടോ? ബാക്കും വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് ലെവൽ 2 പാഡിങ് ആണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ അകവും കാണിച്ചു തരാം. ടെർമിനൽസ് വരുന്നുണ്ട്. നമ്മുടെ മൊബൈൽ വെക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു ഇതും വരുന്നുണ്ട്. വാട്ടർ പ്രൂഫാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അന്ന് കഴിച്ചതേ വാട്ടർ പ്രൂഫ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് ലൈനേഴ്സ് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരിതും വരുന്നുണ്ട്. നമ്മുടെ റെയിനിൻ്റെ
ഇത് വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇൻബിൽഡ് ആയിട്ട് വരിക, അല്ലാതെ സെപ്പറേറ്റ് എടുത്ത് ഇടുന്നതല്ല. നൈസാ കേട്ടോ. ഇത് സൈസ് വരുന്നത് ലാർജ് സൈസാണ് വരുന്നത്. ഇത് കൊള്ളാം കേട്ടോ, അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇത്. ഇതും കൊള്ളാം, ഇതും അത്യാവശ്യം നൈസാണ്. ഇതിപ്പോൾ അത്യാവശ്യം ചെറിയൊരു ബഡ്ജറ്റ് അതിൻ്റെ ആയതുകൊണ്ടാണ് നമ്മൾ ഇത് പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചത് തന്നെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കായംകുളം KTM-ആയിട്ട് ബന്ധപ്പെടുക, ഇവിടുന്ന് വാങ്ങുക. അങ്ങനെ നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാ വണ്ടികളുടെയും ഡീറ്റെയിൽസ് പറഞ്ഞു തന്നാൽ എൻ്റെ ഒരു വിശ്വാസം. RC 390 പറഞ്ഞു, ഡ്യൂക്ക് 390 പറഞ്ഞു, പിന്നെ പുതിയ 250 പറഞ്ഞു, ഒരുവിധപ്പെട്ട എല്ലാ വണ്ടിയുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഇനിയൊന്നുമില്ല. നേരത്തെ ആണെങ്കിൽ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകത്തില്ലേ, നമ്മുടെ ഇത് കണ്ടില്ലേ, ഹൈവേ കണ്ടില്ലേ, ഹൈവേന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ വലത്തെ സൈഡിലായിട്ടായിരുന്നു ഷോറൂം, ഇച്ചിരി അകത്തോട്ട് മാറി. ഇപ്പം എന്താ നമ്മുടെ കൊച്ചുളങ്ങര വരുമ്പോൾ, കായംകുളം കൊച്ചുളങ്ങര വരുമ്പോൾ ആ താസ ഇല്ലേ, താസയുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത്. ഇച്ചിരി അങ്ങോട്ട് മാറി അതിന്റെ ഓപ്പോസിറ്റ് കാണുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഷോറൂം ഹൈവേ സൈഡിൽ തന്നെയാണ്. ഇപ്പോഴത്തെ ഷോറൂം എല്ലാം കിഡിലാക്കിയിട്ടുണ്ട് നേരത്തെ ഷോറൂമിനെ കാട്ടി. ഇപ്പം ജാക്കറ്റ്സിന്റെ ഒക്കെ കളക്ഷൻ ഇപ്പം കുറവാ, എന്നാലും ബാക്കിയെല്ലാം കിഡിലാക്കിയിട്ടുണ്ട് ഷോറൂമൊക്കെ. ഇവിടെ റെഡി ടു റേസ് എന്നുള്ള സംഭവമൊക്കെ ചെയ്യപ്പോണ്ട്, കൊള്ളാം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണോട് നിൽക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.